ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും. രാഷ്ട്രീയക്കാരനല്ലാത്ത പ്രമുഖനെ മത്സരിപ്പിക്കാനാണ് ആലോചന. സ്ഥാനാർത്ഥി ബീഹാറിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ വേണമെന്ന് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. DMK നേതാവ് തിരുച്ചി ശിവയെ പരിഗണിക്കുന്നതായി വിവരം. തുഷാർ ഗാന്ധിയെ പരിഗണിക്കുന്നതായും സൂചനകളുണ്ട്. PR സുനിൽ വീണ്ടും എത്തുന്നു. നമുക്കൊപ്പം PR സുനിൽ, ആരായിരിക്കും എന്നതിൽ ഒരു ധാരണയിലേക്ക് ഇനിയും എത്തിയില്ലേ? സുജയ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇതിനായി മാത്രം ചേരുന്നുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായി. സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരുകൾ ഇപ്പോൾ പരിഗണനയിലുണ്ട്. രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ പരിഗണിക്കുക എന്നൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എത്താനുള്ള സാധ്യതയുണ്ട്. മുൻ ISR ചെയർമാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള മയിൽസ്വാമി അണ്ണാദുരൈയുടെ പേര് സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. DMK ആണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കാരണം CP രാധാകൃഷ്ണനെ തമിഴ്നാട്ടിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ, അവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി വേണം എന്നൊരു നിലപാട് DMK മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മയിൽസ്വാമി അണ്ണാദുരൈയുടെ പേര് അങ്ങനെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഒപ്പം DMK നേതാവ് തിരുച്ചി ശിവയുടെ പേരും പ്രധാനമായും ഇപ്പോൾ ചർച്ചകളിലുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. തുഷാർ ഗാന്ധിയുടെ പേരും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അതല്ല എങ്കിൽ ബീഹാറിൽ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ നിന്നൊരു സ്ഥാനാർത്ഥി വേണം എന്ന ഒരു അഭിപ്രായവും ചർച്ചയുമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം, ഒരു മത്സരം നടക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം ഉള്ളത്. അതേസമയം CP രാധാകൃഷ്ണനെ പിന്തുണ തേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. ഒരു മത്സരം ഒഴിവാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ MK സ്റ്റാലിനുമായി ടെലിഫോണിൽ നടത്തിയ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തിയ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടത്. ഇന്ന് കൂടുതൽ നേതാക്കളെ രാജ്നാഥ് സിംഗ് ബന്ധപ്പെടും, സംസാരിക്കും എന്നൊക്കെയാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം സ്ഥാനാർത്ഥിയെ നിർത്തും, പരാജയപ്പെടുമെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ മത്സരം വേണം ഇക്കാര്യത്തിൽ എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്.